FCRA നിയമ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് വലിയ ബഹളങ്ങളായിരുന്നു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഉം. എങ്കിലും വീണ്ടും വീണ്ടും ഉയരുന്നൊരു ആവശ്യത്തിൻ്റെ പുറത്ത് ചോദിക്കുകയാണ്. ഈ FCRA നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ എന്തിനാണ് സഭകൾക്ക് ഇത്രത്തോളം ചൊടിക്കുന്നത്? സഭകൾ മാത്രമല്ല, വിവിധ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അവർ മുഴുവനും ഈ FCRA കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സഭയുടെ ലക്ഷ്യം, സഭയുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ഇന്ത്യയിലെ റോമൻ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരുടെയും ആർച്ച് ബിഷപ്പുമാരുടെയും കർദിനാളന്മാരുടെയൊക്കെ ഒരു സംഘടനയാണിത്. അപ്പോൾ അവർക്കാണ് ഈ കൂടുതൽ വിദേശ സഹായം വരുന്നത്. അതൊക്കെ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. ബിഷപ്പ് ഈ പള്ളിയിൽ അച്ഛനായി കഴിഞ്ഞാലുണ്ടല്ലോ, എന്താ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നറിയോ? ഇഷ്ടംപോലെ കാശ് കിട്ടും അവർക്ക്. ഒരു കുരിശ് വരച്ച് കൊടുത്താൽ മതി. ആരെങ്കിലും വന്ന് കഴിഞ്ഞ് കുർബാന നടത്തുക, അതല്ലെങ്കിൽ പിന്നെ കുമ്പസാരമൊക്കെ നടത്തുമല്ലേ, ഉം. കുമ്പസാരമൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും അവർക്ക്. കാരണം ആ കുമ്പസാരം ചെയ്യാൻ വന്ന വ്യക്തികളുടെ ധാരണ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാർ പറയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കുമ്പസാരം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിലെ അച്ഛൻ അവരെ വിളിച്ചിട്ട് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. എത്ര സംഭവം ഉണ്ടായിരിക്കണമെന്നറിയാമോ? അവന്മാർ അങ്ങനെ കാശുണ്ടാക്കും. പിന്നെ ഇത് കൂടാണ്ട് ബിഷപ്പിനൊക്കെ കിട്ടുന്ന കാശിനൊന്നും ഒരു കണക്കൂല. അപ്പോൾ ഈ നമ്മുടെ ഉം. രാധാകൃഷ്ണൻ സാറില്ലേ, പ്രൊഫസർ KS രാധാകൃഷ്ണൻ സാർ, ഉം. അദ്ദേഹം ഒരിക്കൽ പറയായിരുന്നു, ഈ ബിഷപ്പുമാരെ കാണാൻ ചെന്നപ്പോൾ അവരുടെ പ്രധാന ഡിമാൻഡ് അവർക്ക് സഭയുടെ ക്രൈസ്തവ മറ്റേ സഭാ വിശ്വാസികളുടെ ആവശ്യങ്ങളൊന്നും അല്ല അവരുടെ ഡിമാൻഡ്. അവർക്ക് ഓരോ ബിഷപ്പിനും 10ഉം 30ഉം NGOs ഉണ്ടാവും. ആ NGOസിലേക്കുള്ള പൈസ റിലീസ് ചെയ്യിക്കണം. അത് ഉപയോഗിക്കണം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, മതമാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടേ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും അവിടെ. പ്രത്യേകിച്ചും ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബൽ, ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് കാശ് കൊടുക്കും. 100 രൂപ കൊടുക്കും, അല്ല 500 രൂപ കൊടുക്കും. എന്നിട്ട് മറ്റേടത്തേക്ക് കണക്ക് എഴുതി കൊടുക്കുക, 5000 രൂപ കൊടുത്തു. ബാക്കി 4500 രൂപ ഈ ബിഷപ്പിൻ്റെ വീട്ടിലോട്ടാണ് പോണത്. അപ്പം ഞാനറിയണ ഒരു ചങ്ങാതി, വലിയ ആർച്ച് ബിഷപ്പ് ഒന്നുണ്ടായിട്ടേ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളാണ്. അയാൾ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് അയാൾ ജനിച്ചതും വളർന്നതൊക്കെ. ഈ പള്ളിയിൽ അച്ഛനായി മൂത്ത് കർദിനാളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയാളുടെ വീട്ടിൽ എത്ര ലോറി, എത്ര കാറ്, എത്ര ബസ്, അതുമാത്രമല്ല അയാളുടെ വീട് കൊട്ടാരം പോലത്തെ വീട്. ഇയാൾ ചത്തുപോയി. പക്ഷെ അയാളുടെ മക്കൾ, മറ്റേ ചേട്ടൻ്റെ മക്കളും അനിയൻ്റെ മക്കളും മരുമക്കളും എല്ലാവരുമായിട്ട് ഇഷ്ടംപോലെ കാശ് സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ അസൂയ കൊണ്ട് പറയണതല്ല. ഈ പൈസ മുഴുവനും അവരുടെ കുടുംബത്തേക്കാണ് കൊണ്ടുപോകണം. സർ, ഇത് എല്ലാ സമുദായത്തിലും അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിലും ഒക്കെ പെടുന്ന പ്രീസ്റ്റുമാർക്ക് ഉണ്ടാകുന്ന സൗകര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഒരു വിഭാഗത്തിനെ മാത്രം? അല്ല, അതിപ്പോൾ ഈ നമ്മുടെ ഈ ഹൈന്ദവ സമൂഹത്തിലെ പ്രീസ്റ്റുമാർക്ക് ഈ ചില അമ്പലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന തിരുമേനിമാർ, നമ്പൂതിരിമാരെ കണ്ടിട്ടില്ലേ? അവർക്ക് എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്നറിയാമോ? ഒരു നേരത്തെ അന്നം കിട്ടാനായിട്ട് അവർ എന്തുമാത്രം പാടുപെടുന്നുണ്ടെന്നറിയാമോ? അവർക്ക് എന്തിനാ കിട്ടണേ? ദേവസ്വം ബോർഡ് അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഒരു തരക്കേടില്ലാത്തൊരു അമ്പലത്തിലെ പൂജാരിയുടെ ഗ്രേഡ് എന്താണെന്നറിയാമോ? പ്യൂണിനേക്കാളും താഴെയാണ് ഗ്രേഡ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനേക്കാളും താഴെയാണ് ഗ്രേഡ്. വളരെ കുറച്ച് ശമ്പളമേ അവർക്ക് കിട്ടണുള്ളൂ. പിന്നെ ഈ അമ്പലത്തിൽ വരുന്ന ഭക്തന്മാർ വല്ല 5 രൂപയോ 10 രൂപയൊക്കെ താലത്തിൽ ഇട്ട് കൊടുക്കുക, അതാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. അവർ വലിയ കഷ്ടമാണ്. പിന്നെ ഈ ഇവർ ഇതിനെ ഉപയോഗിക്കുന്ന ഈ കിട്ടുന്ന പൈസ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കൂടംകുളം അണുശക്തി ആണവ റിയാക്ടറിനെതിരെ അവർ നടത്തിയ സമരം. പള്ളിയുടെ മുമ്പിലാണ് പന്തൽ കെട്ടിയിരുന്ന് കൂടംകുളം റിയാക്ടറിനെതിരെ അവർ സമരം നടത്തി. അവർ പറയണത് എന്താ, അത് അപകടം പിടിച്ചതാണെന്നാണ് പറയണത്. ഇന്ത്യയിൽ എത്രയോ റിയാക്ടറുകളാണ്, 10-30ഓളം റിയാക്ടറുകൾ ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിവിധ സംസ്ഥാനങ്ങളായിട്ട്. ഏതെങ്കിലും ഒരു റിയാക്ടറിൽ അപകടം ഉണ്ടായതായിട്ട് പ്രജിത കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിലെ റിയാക്ടറുകളൊക്കെ വളരെ സേഫാണ്. നമ്മൾ എന്താണ് സേഫ്റ്റി ഇൻ ഡെപ്ത്, എന്താണ് ഡെപ്ത്, സേഫ്റ്റി ഇൻ ഡെപ്ത്, ആഴങ്ങളിലുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്ന രീതിയിലാണ് ഓരോ റിയാക്ടറുകളും പണിതിരിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമുണ്ട് റിയാക്ടറിനുള്ളിൽ. ആ സിസ്റ്റം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സിസ്റ്റം ടേക്ക് ഓവർ ചെയ്യും. ആ സിസ്റ്റം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റം ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ നൂറുകണക്കിന് സബ് സിസ്റ്റംസ് ഉണ്ട് ഒരു റിയാക്ടറിനകത്ത്. ഇതെല്ലാം ഉറപ്പിച്ചിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പണി തുടങ്ങുന്നതും അത് പ്രവർത്തനക്ഷമമാക്കുന്നതും. അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്ന ഈ ക്രൈസ്തവ സഭയാണ്. അവർ എതിർക്കാനുള്ള കാരണം, ഇപ്പോൾ കൂടംകുളത്ത് ഒരു ആരും കയറാത്ത
ഗോഡ് ഫോർസേക്കൺ ലാൻഡ്. കടൽ തീരത്ത് മനുഷ്യരാരും പോകില്ല. അവിടെ വെറും മരുഭൂമി പോലെയായിരുന്നു ആ കടൽ തീരം. അവിടെ ആണെങ്കിൽ ഭയങ്കര ചൂട്. തിരുനെൽവേലി പൊതുവെ ചൂടുള്ള സ്ഥലമാണ്. കടൽ തീരം വൻ ചൂടാണ്. അവിടെ പോയിട്ടുണ്ടോ ന്യൂക്ലിയർ റിയാക്ടറിൽ, കൂടംകുളം റിയാക്ടറിൽ? ഞാൻ അവിടെ 2 തവണ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊരു എറ്റേർണൽ ഗ്രീൻ ഗാർഡനായിട്ട് മാറിയിരിക്കുക. ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ അവർ ലാൻഡ്സ്കേപ്പിംഗ് അതും ഇതൊക്കെ നടത്തി മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് പച്ചപ്പ് വന്ന്, അത് ന്യൂക്ലിയർ റിയാക്ടറാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അവിടെ ഒരു സുരക്ഷിതത്വ പ്രശ്നവും ഇല്ല. അവിടെ എല്ലാം 101% ഉറപ്പാക്കിയിട്ടാണ് അവർ റിയാക്ടറിൻ്റെ പണിയും കൊണ്ട് മുൻപോട്ട് പോയതും 2 റിയാക്ടർ കമ്മീഷൻ ചെയ്ത് പ്രവർത്തിക്കുന്നതും. എന്തൊക്കെയാണ് ഈ സഭകൾ എന്നിട്ട് പറഞ്ഞുണ്ടാക്കിയെന്ന് അറിയാമോ? ഇത് വന്ന ഇവിടുത്തെ കടലിലെ മീൻ മുഴുവൻ ചത്തു എന്നാണ് പറഞ്ഞുണ്ടാക്കിയത്. അവിടുത്തെ ഇപ്പം കേൾക്കണു അവിടെ മത്സ്യസമ്പത്ത് അതിന് ശേഷം വർദ്ധിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇവരിങ്ങനെ ഇന്ത്യ ഒരു കാലത്തും ഡെവലപ്പ് ആവരുത്. ദരിദ്രരായിട്ട് നിന്നാൽ മാത്രമല്ലേ അവർക്ക് മതപരിവർത്തനം നടത്താൻ പറ്റുള്ളൂ. അവർക്ക് മാഫിയയാണ് കന്യാകുമാരിയിലെ ചേർച്ച് എന്ന് പറയുന്നത്. കന്യാകുമാരി മഹാസഭ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ ക്രൈസ്തവരുണ്ട്. അവർ പറയണ കന്യാകുമാരിയിലുള്ള പള്ളിയിൽ അച്ഛന്മാർ മുഴുവൻ മാഫിയ ബോസസാണ്. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും ഈ കന്യാകുമാരി കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് അവിടെ ആർക്കും കയറാൻ പറ്റാത്ത ഒരു ഡൊമൈനാണ്. അവിടെ ഒരു കാലത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ അവർ സമ്മതിക്കില്ല. കാരണം അവരുടെ മതപരിവർത്തന ശ്രമമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതിനെ എന്തെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം വന്നാൽ അവർ അതിനെ എതിർക്കും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എൻ്റെ ഒരു സംശയമാണ്, ഇതുവരെ നമ്മൾ ഇസ്ലാമിസ്റ്റുകളുടെ കാര്യം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തന്നെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഇസ്ലാം മത വിശ്വാസികളും മുഴുവനും അല്ല നമ്മൾ പറയുന്നത്. ഈ ഇസ്ലാമിസ്റ്റുകളെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്നാണ് പെട്ടെന്ന് ഒരു യു ടേൺ വരുന്നത് ഇവാഞ്ചലിസ്റ്റുകൾ എന്നുള്ള ഒരു ടാഗ് ലൈനിലേക്ക്. അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പുരോഹിതന്മാരുണ്ട്, NGOs ഉണ്ട്. ഒരു പുരോഹിതന്റെ കീഴിൽ നിരവധി NGOകളാണ്. ഈ പുരോഹിതന്മാർ മാത്രമല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന പല NGOകൾക്ക് പിന്നിലും ക്രൈസ്തവ മിഷനറി സംവിധാനങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് ഇതൊരു ബിൽഡപ്പ് ആയിട്ട് വരുന്നത്? ഇതൊരു ബൂമിംഗ് ആയിട്ട് വരുന്നതിന് പിന്നിൽ മറ്റൊരു അജണ്ടയാണോ? ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം വർദ്ധിക്കാനായിട്ടുള്ളത് 2014 ശേഷമാണ്. 2014 മുമ്പ് കോൺഗ്രസും പിന്നെ ദ സോ കോൾഡ് മതേതര ഗവൺമെൻറ്റുകളാണല്ലോ നിലവിലിരുന്നത്. അവർക്ക് ഇവരെ പേടിയായിരുന്നു. ഈ ഇവാഞ്ചലിസ്റ്റുകളെയും പള്ളിയിലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും കർദിനാൾമാരെയൊക്കെ പേടിയായിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ വളരെ വിധേയത്വമുണ്ട്. പിന്നെ അവരിപ്പോൾ പൊതുവെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് മാറ്റിയല്ലോ. അത് ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റി എന്നും ഓൾ ഇന്ത്യ കാത്തലിക് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത് മുഴുവൻ. ക്രൈസ്തവരുടെ എക്സ്ക്ലൂസീവ് ഡൊമൈനായിട്ട് മാറിയിരിക്കുകയാണത്. അപ്പോൾ അവർക്ക് സാമ്പത്തിക വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക വരുമാന സ്രോതസ് നിന്നുപോയാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2014 ശേഷം ഓരോ നടപടികൾ, ഉദാഹരണത്തിന് ഡിമോണിറ്റൈസേഷൻ, പിന്നെ അതുപോലെ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിനൊക്കെ കണക്കും ഒക്കെ വേണം. FCRL എന്താ അവർ ചോദിക്കണേ? നിങ്ങൾ കണക്ക് തരിക ഞങ്ങൾക്ക്, നിങ്ങൾക്ക് എത്ര കോടി ഡോളർ വേണേൽ വന്നോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങളത് എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കണേ, അത് എങ്ങനെയാണ് ഉപയോഗിക്കണേ എന്നുള്ള കണക്ക് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരണം കേന്ദ്ര ഗവൺമെൻറ്. അത്രേ ഉള്ളൂ. അത് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് മുഴുവൻ രഹസ്യ പരിപാടിയാണ് നടക്കുന്ന മുഴുവനേ. ഈ ബിഷപ്പന്മാർക്കൊക്കെ എന്താ പറയുക, എല്ലാം കള്ളന്മാരാണ്. അവർക്ക് മുഴുവൻ മറ്റേ കന്യാസ്ത്രീകളിലൊക്കെ കുട്ടികൾ ജനിക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ പഠിപ്പിക്കണ്ടേ അവർക്ക്. പിന്നെ വേറെ പലയിടത്ത് എത്രയോ പള്ളിയിൽ അച്ഛന്മാർ എത്രയോ കൊലക്കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ ഫാദർ ബെനഡിക്റ്റ് ഓണംകുളത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? മറിയക്കുട്ടി കൊലക്കേസിലെ പ്രതി. അയാൾ അതുപോലെ മറ്റേ കൊല്ലത്ത് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, നേഴ്സിംഗ് വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു. സൂസന്നോ എന്തോ മറിയാമോ എന്ന് എന്നിട്ട് പറഞ്ഞു, പേര് ഞാൻ ഓർക്കുള്ള. അതിനെ ഒരു പള്ളിയിലച്ഛൻ ഗുണ്ടകളെ വിട്ട് കൊല്ലിച്ചല്ലേ. എന്നിട്ട് പള്ളിയിലച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്ങനെയോ കേസ് അയാളെ ജീവപര്യന്തം ശിക്ഷിച്ചു. പിന്നെ അയാൾ എന്താ പറയുക, യേശുവിനെ കാണാൻ പോയി മുകളിലേക്ക്. അപ്പം ഇതുപോലുള്ള പല പരിപാടികളുണ്ട് അവർക്ക് ഇന്ത്യ എന്നുള്ള ഭാരതം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് അവർ വിശ്വസിക്കണില്ല. ഏത് എന്താ പറയുക, പള്ളിയിലച്ഛൻ്റെ മുഖത്ത് നോക്കി സൂക്ഷിച്ച് നോക്കിയോളൂ, അവർക്ക് ഹിന്ദുക്കളോടൊരു വെറുപ്പ് കാണാം. അവർക്ക്
നമുക്ക് അതാണ് ഞാൻ കുറേ നാളത്തെ ഒബ്സർവേഷൻ ശേഷമാണ് ഞാനിത് മനസ്സിലാക്കിയത്. പിന്നെ അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എത്രയോ പേര് പുസ്തകം എഴുതിയിരിക്കണോ. അരുൺ ഷൗരിയുടെ പുസ്തകമുണ്ട്, ഇന്ത്യൻ കോൺട്രവേഴ്സീസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, മിഷണറീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, പിന്നെ ഹാർവെസ്റ്റിംഗ് അവർ സോൾസ് എന്ന് പറഞ്ഞ പുസ്തകം. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതിനകത്ത് മുഴുവൻ റിയൽ ലൈഫ് സംഭവങ്ങൾ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് മുഴുവനും. മിഷണറീസ് എന്തൊക്കെ കള്ളത്തരം കാണിച്ചിട്ടാണ്. അവർക്ക് OM എന്ന് പറഞ്ഞൊരു സംഘടന, ഒരു ഏജൻസി ഉണ്ട്, OM. നമ്മൾ വായിക്കുമ്പോൾ ഓം എന്ന് പറയും. പോർട്ടലിലൊക്കെ അതിങ്ങനെ ഓം ഇതാണ് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇത് ഹൈന്ദവത്തിലേക്ക് വരാനായിട്ടാണ്. ഒന്നുമല്ല. ഓം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മതപരിവർത്തനമാണ്, ഓപ്പറേഷൻ മൊബിലൈസേഷൻ. കുരിശ് കൃഷിയുടെ വേറൊരു പേരാണ്. പണ്ടൊക്കെ ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടാണ് ക്രിസ്ത്യാനികൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ആൾക്കാരെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഗ്രാമങ്ങളിലും താലൂക്കുകളിലും പോയിട്ട് വെള്ളം തെളിച്ച് ഈ താലൂക്ക് ക്രിസ്ത്യൻ താലൂക്കാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പം ഇന്ന് കണ്ടില്ലേ, നമ്മുടെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ, ആണ്ടവൻ പേര്. സാധാരണ എല്ലാവരും വളരെ ഡിഗ്നിഫൈഡ് വേ ഓഫ് ഇതിലാണ് സത്യപ്രതിജ്ഞ കടലാസ് മേടിച്ച് നോക്കി വായിച്ച്. ഇയാൾ സിനിമയിൽ അഭിനയിക്കണ പോലെ 2 കൈയും 2 കാലും പൊക്കി കവച്ചൊക്കെ നിന്നിട്ടാണ് ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അയാളുടെ ലക്ഷ്യം ഇവാഞ്ചലൈസേഷനാണ്. തമിഴ്നാട് ഈസ് സോൺ ഗോയിങ് ടു ബിക്കം എ ക്രിസ്ത്യൻ സ്റ്റേറ്റ്. അയാൾ മതപരിവർത്തനം വൻ തോതിൽ നടത്തും. നമ്മുടെ ജനങ്ങൾ ഈ വളരെ താൽക്കാലിക സന്തോഷത്തിനും താൽക്കാലിക സുഖത്തിനും വേണ്ടിയിട്ട് ഇയാളുടെ സിനിമ കണ്ടിട്ട് ഇയാൾ യഥാർത്ഥത്തിൽ അത് തന്നെയാണ്, വിജയ് അവതരിപ്പിക്കുന്ന കഥാപാത്രം അത് തന്നെയാണ് എന്നും പറഞ്ഞിട്ടാണ് അയാൾക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് തെറ്റുപറ്റും, കുറേ ദുസ്സ്നേഹം. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കും. പുലിയുടെ ദേഹത്തുള്ള പാടുകൾ ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. കുറുക്കൻ ഇങ്ങനെ വിശന്ന് കുറുക്കൻ വയറ് നിറച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഓരിയിടും. അപ്പോൾ അതുപോലെ ഇവർക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇയാൾ ഭയങ്കര അപകടകാരിയാണ് ഈ വിജയ് എന്ന് പറയുന്നത്. അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താര ആദവൻ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ ലോട്ടറി കിങ്, അയാളുടെ പേര് സാന്റിയാഗോ മാർട്ടിൻ്റെ മകളുടെ ഭർത്താവാണ്. ഈ സാന്റിയാഗോ മാർട്ടിൻ ആരാണ്? മാഫിയ ബോസാണ് അയാൾ എത്രയോ കേസുകളിൽ പ്രതിയാണ്. അയാളുടെ ഭാര്യ ADMK ജോയിൻ ചെയ്തു. തമിഴ്നാട്ടിൽ മത്സരിച്ചതിലേക്ക് വെച്ച് ഏറ്റവും സമ്പന്ന, 5000 കോടി രൂപയുടെ സ്വത്തുണ്ടായ്മയ്ക്ക്. ഇവർക്കൊക്കെ ഇവരാരും സമൂഹ സേവനത്തിന് ഇറങ്ങി വന്നേക്കണമെന്നില്ല. ഈ ബിഷപ്പുമാർക്കൊക്കെ ഹിഡൻ അജണ്ടയുണ്ട്. അവരെ എത്രയോ നാളായി പണി തുടങ്ങിയിട്ട്. പണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, സോണിയ ദുഗൽ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് പത്രപ്രവർത്തക. അതിൻ്റെ പേര്? നൺ റണ്ണേഴ്സ് ഓഫ് കേരള, ദ നൺ റണ്ണേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ വെള്ളപൂശാനായിട്ടും കേരളത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. അവർ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കാര്യകാരണ സഹിതം മറ്റേ ബ്രിട്ടനിലെ ദ ടൈംസ് പത്രത്തിൻ്റെ ഹെഡ്ലൈനായിട്ടാണ് വന്നിരുന്നത്. എങ്ങനെയാണ് ഇവിടുന്ന് പെൺകുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി നേഴ്സുമാരായിട്ടും ആയമാരായിട്ട് ട്രെയിൻ ചെയ്യണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു പോയി. അവിടുത്തെ പെൺകുട്ടികളൊന്നും നണ്ണാവാനായിട്ടൊന്നും താല്പര്യമൊന്നുമില്ല, കന്യാസ്ത്രീ ആവാൻ താല്പര്യമില്ല. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ട്രെയിനിങ് കൊടുക്കും. വീട്ടിലേക്ക് ഇഷ്ടംപോലെ കാശ് അയച്ച് തരാം, ഞങ്ങളുടെ കൂടെ പോരെ, പള്ളിയിൽ ജോലി ചെയ്ത് തരാം, അല്ലെങ്കിൽ കന്യാസ്ത്രീ കോൺവെൻറ്റിൽ ജോലി ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അവരൊരു ബർമുഡ ട്രയാങ്കിളിൽ പെട്ട പോലെയാണ്. പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല. അത്രമാത്രം കള്ളത്തരായി പള്ളിയിൽ അച്ഛന്മാർ ചെയ്യണം മുഴുവനും. ആ ക്ലീമീസിൻ്റെയൊക്കെ മുഖം കണ്ടാൽ അറിയാൻ പാടില്ലേ, പേടിയാവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ കൂടെ ഈ കറുത്ത റോബ്സും താടിയും വളർത്തി അംശവടിയും പിടിച്ചിട്ട് ഇവർ വരുമ്പോൾ കൊച്ചുങ്ങൾ വരെ പേടിച്ചു ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ?